നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയപുത്രൻ മൂലം നമ്മെ ദത്തെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. നമ്മെ സ്നേഹിച്ചവനും തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കിയവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഏവർക്കും അറിയിക്കുന്നു. ഒരു ദിവസവും കൂടെ നമുക്കൊരുമിച്ച് ദൈവവചനത്തിന്റെ മുമ്പിൽ സന്തോഷിക്കുവാൻ ദൈവം കൃപ തരുന്നല്ലോ. ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ നന്ദിയും അറിയിക്കുന്നു ഈ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിന്. നമ്മൾ ചിന്തിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുന്നത് വിവിധ ന്യായവിധികൾ എന്ന വിഷയമാണല്ലോ. ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന 5 ന്യായവിധികളിൽ ആദ്യത്തേതാണ് നമ്മൾ പഠിക്കുന്നത്. വിശ്വാസികളുടെ, വിശുദ്ധന്മാരുടെ പ്രവർത്തികളുടെ ന്യായവിധി. എല്ലാവരുടെയും പ്രവർത്തികൾക്ക് ന്യായവിധി ഉണ്ട്, പ്രതിഫലം കിട്ടും. എന്നാൽ വിശുദ്ധന്മാരുടെ ന്യായവിധിയിൽ അവരുടെ സ്വർഗത്തിലോ നരകത്തിലോ എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെ പറ്റി അല്ല വിധിക്കുന്നത് എന്നതുകൊണ്ട് പ്രതിഫല വിഭജനത്തിന് വേണ്ടി മാത്രമുള്ളതും അവരുടെ പ്രവർത്തികളെ മാത്രം വിലയിരുത്തുന്നതുമായതുകൊണ്ടാണ് നാം പ്രവർത്തികളുടെ ന്യായവിധി എന്ന് വിളിക്കുന്നത്. അതിൽ പ്രതിഫലങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ഏറ്റവും ഒടുവിലായിട്ട് ഇന്നലെ നാം കണ്ടുകൊണ്ടിരുന്നത് ഈ പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ ഈ കിരീടങ്ങൾ അക്ഷരീകമായിരിക്കുമോ അതോ കേവലം സാദൃശ്യങ്ങൾ മാത്രമാണോ ഇത് എന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തതയോടെ നമ്മോട് പറയുന്നില്ല. എന്നാൽ ചില കിരീടങ്ങൾ അത് സാദൃശ്യങ്ങൾ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലത് അക്ഷരീയമായിട്ടുണ്ട് എന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ എബ്രാൻ ജോസഫ് പാസ്റ്റർ പറഞ്ഞതുപോലെ സ്വർണ്ണക്കിരീടം വെളിപ്പാട് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 24 മൂപ്പന്മാർ അവരുടെ കിരീടങ്ങൾ സിംഹാസനസ്ഥനായ നടുവിലിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അവന്റെ കാൽക്കൽ ഇട്ട് താഴെ ഇട്ടു എന്ന നിലയിലാണ്. നമ്മളതാണ് ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം എന്ന പാട്ടിനകത്ത് പാടുന്നതും. വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ സിംഹാസനവാസികളും താൻ ആയവൻ അരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. അവർ അവരുടെ കിരീടങ്ങൾ ദൈവത്തിന്റെ പാദാന്തികെ ഇടുന്നതായി സമർപ്പിക്കുന്നതായി കാണും. ആ നിലയിൽ അത് അക്ഷരീകമായ കിരീടം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മറ്റ് നീതിയുടെ കിരീടം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് നീതിയുടെ കിരീടമെന്നും പറഞ്ഞൊരു കിരീടം ഒരുപക്ഷെ അക്ഷരീകമായിട്ടുണ്ടാവില്ല. അത് കർത്താവ് വിശുദ്ധന്മാർക്ക് കണക്കിട്ട നീതിയുടെ ഒരു പ്രദർശനമാകാൻ സാധ്യതയുണ്ട്. വാടാത്ത കിരീടം നമ്മൾ കണ്ടതാണ്. ഇതിലെ എല്ലാ കിരീടങ്ങളും തന്നെ വാടാത്തതാണ്. ഇനി വാടാത്ത കിരീടമെന്നും പറഞ്ഞൊരെണ്ണവും വാടുന്നതെന്നും പറഞ്ഞ് മറ്റുള്ളതും ഇല്ല. എല്ലാം തന്നെ വാടാത്തതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അൺഫെയ്ഡിങ്, ഒരു തരത്തിലും അതിൻ്റെ തിളക്കം, അതിൻ്റെ പ്രസക്തി ഒന്നും ഈ യുഗായുഗങ്ങളിരുന്നാലും
കുറഞ്ഞു പോകാത്തത് എന്നർത്ഥത്തിലാണ് നാം അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കിരീടങ്ങൾ നമ്മൾ കണ്ടത് ചിലത് അക്ഷരീകവും ചിലത് രൂപകാത്മകവുമായിട്ടുള്ളതാകാം. ആത്മീയമായ നിലകളിലും നമുക്കതിനെ മനസ്സിലാക്കാം. ഏതായാലും ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണെന്നും കൂടെ ഒന്നും കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് തുടരാം. 2 പത്രോസ് 1:4 വാക്യം. 2 Peter 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. സ്തോത്രം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പത്രോസ് പറയുന്ന അഡ്ജക്റ്റീവ്സ്, വിശേഷണങ്ങൾ, വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. നമ്മളിപ്പോൾ പഠിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ ഉള്ളതെല്ലാം ഈ വാഗ്ദത്തങ്ങളിൽ പെടുന്നതാണ്. ഇവയെല്ലാം നമുക്ക് ദൈവം വാഗ്ദത്തങ്ങളായി നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? 2 കാര്യങ്ങൾ. ഒന്ന്, ചിലത് വിട്ടുകളയുക, മറ്റു ചിലത് നമ്മൾ ഒട്ടി നിൽക്കുക. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുക. 2, ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളായി തീരുക. ഇത്രയേറെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം, വാഗ്ദത്തങ്ങൾ ഭാവിയിൽ നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ ഈ ലോക ജീവിതത്തിൽ വെച്ച് നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്ന തരത്തിലെ വാഗ്ദത്തങ്ങളുമുണ്ട്. ഒരു വാക്യവും കൂടെ അതിനു വേണ്ടി വായിക്കാമല്ലോ. മനഃപ്പാഠമായ വാക്യമാണ്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെ ആത്മാവിനെ സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. സ്തോത്രം. വാക്യം ഓർമ്മയുണ്ടല്ലോ. 2 കൊരിന്ത്യർ 7:1. 2 കൊരിന്ത്യർ 7:1 വാക്യമാണ്. സ്തോത്രം. അവിടെ പറയുന്ന വാഗ്ദത്തങ്ങൾ ഇവിടെ ഈ ഭൂമി, ഈ ലൗകിക ജീവിതത്തിൽ വെച്ച് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്ക് അങ്ങനെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, ഇപ്പോൾ നമുക്ക് അനുഭവവേദ്യമാക്കുവാൻ കഴിയുന്നത്. അതിൽ ചിലതാണ് 2 കൊരിന്ത്യർ 6:14 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പഴയ നിയമത്തിൽ നിന്നും കൂടെ എടുത്തു പറഞ്ഞത്. ആ പരാമർശമാണ് 2 കൊരിന്ത്യർ 7:1 മറ്റ് ചിലത് ഭാവിയിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. അത് കർത്താവിൻ്റെ വരവ് തുടങ്ങി സഭയുടെ എടുക്കപ്പെടൽ തുടങ്ങി ഉള്ള വാഗ്ദത്തങ്ങളെല്ലാം ഉണ്ട്. പ്രതിഫലങ്ങളെ കുറിച്ചുള്ളതാണ്. അപ്പൊ ഇത് 2 ആയാലും നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ അകറ്റുവാനും ദൈവഭക്തി, അതാണ് ഭയം, ദൈവഭക്തിയിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവാനും. അതേ കാര്യം പത്രോസ് പറയുമ്പോൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുകയും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് നമ്മൾ പങ്കാളികൾ, കൂട്ടാളികൾ ആയിത്തീരുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും ദൈവമക്കൾ എന്ന് പറയുന്നവർ
ദൈവസഭ എന്ന് പറയുന്നത് വാഗ്ദത്തം പ്രാപിച്ചവരാണ്. We are a people of the promise. ദൈവസഭ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ വാഗ്ദത്തത്തിന്റെ ജനതയാണ്. We have promises. നിർഭാഗ്യവശാൽ ദൈവസഭയിലെ ധാരാളം പേർ, ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ വാഗ്ദത്തങ്ങൾ താൽക്കാലിക ജീവിതത്തെക്കുറിച്ചുള്ളതാണെന്ന്. അങ്ങനെയാണ് നല്ല ശതമാനം ഉപദേശിമാരും പ്രസംഗിച്ച് ജനത്തെ പറ്റിക്കുന്നത്. വാഗ്ദത്തങ്ങളുണ്ട്, അതെ, നമുക്ക് വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷെ ഈ വാഗ്ദത്തങ്ങൾ വിദേശ രാജ്യത്തേക്ക് പറിച്ചു നടുന്നതിനെ കുറിച്ചുള്ള വാഗ്ദത്തമല്ല. ഇന്നുള്ള സാമ്പത്തിക നിലയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരുത്തുന്ന വാഗ്ദത്തമല്ല. ഇങ്ങേയറ്റം ശുശ്രൂഷയുടെ ഉയർന്ന പടികളിലേക്ക് കൊണ്ടുപോകുന്ന വാഗ്ദത്തങ്ങൾ പോലും അല്ല. ഞങ്ങളോടൊക്കെ പ്രവാചകന്മാർ പ്രവചിക്കുന്നത് അങ്ങനെയാണ്. ശുശ്രൂഷയുടെ അടുത്ത ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനിരിക്കുന്നു. ഫ്ലൈറ്റ് നിറങ്ങാൻ നേരമില്ലാത്തതുപോലെ. അയ്യോ, പിന്നെ എങ്ങനെയാപ്പ ശുശ്രൂഷിക്കുന്നേ? ഫ്ലൈറ്റ് നിറങ്ങാൻ നേരമില്ലെങ്കിൽ നിലത്തൊന്ന് നിൽക്കണ്ടേ? ഇതൊന്നുമല്ല വാഗ്ദത്തം. സ്തോത്രം. ഈ താൽക്കാലിക ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദത്തം പറയുന്നതാണ് പൗലോസ് പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടത്. ഇങ്ങനെ ഇപ്പോഴത്തേക്കും വരുവാനുള്ള ലോകത്തേക്കും നമുക്ക് വാഗ്ദത്തം തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പൗലോസ് അപ്പോസ്തലൻ അക്കാര്യവും പറയുന്നതും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ എത്താം. തിമോഥെയോസിനുള്ള 1-ാം ലേഖനം, ഫസ്റ്റ് തിമോത്തി 4-ാമത്തെ അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യം. ഫസ്റ്റ് തിമോത്തി 4:8. ശാരീരിക അഭ്യാസം അല്ലാത്ത പ്രയോജനമുള്ളതത്രേ. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനമുള്ളതാകുന്നു. ശരീരാഭ്യാസം കൊണ്ട് ഇപ്പോഴത്തെ ജീവിതത്തിൽ ആരോഗ്യമുള്ള ഒരു ശരീരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ഭക്തിയുടെ വ്യായാമം, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ. അപ്പോൾ ദൈവവചനത്തിനകത്ത് ഇത് രണ്ടുമുണ്ട്. ഇപ്പോഴത്തെ ജീവിതത്തിനും വരുവാനിരിക്കുന്നതിനുമുള്ള വാഗ്ദത്തം നമുക്ക് തിരുവെഴുത്തിലുണ്ട്. ഇപ്പോഴത്തേത് എന്നുള്ളതിലാണ് ആൾക്കാരൊക്കെ പിടിച്ചു കിടക്കുന്നത്. അത് ഇപ്പോഴത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഭൗതിക ജീവിതത്തെ സംബന്ധിച്ചല്ല. ദൈവമക്കൾ ആകുന്ന, ദൈവത്തോട് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ നാം നിൽക്കുന്ന കൃപയിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഭൗതികമായിട്ടതിനെ കാണരുത്. സ്തോത്രം. ഭൗതിക തലങ്ങളിൽ തളച്ചിടുന്ന പ്രവചനങ്ങളും ദൂതുകളും കേട്ട് നമ്മൾ മയങ്ങിപ്പോകരുത്. കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ഈ കഞ്ചാവ് അടിക്കുന്ന പോലെന്നേ ഉള്ളൂ. അത് തിന്നുമ്പം അല്ലെ കുടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. തിന്നുന്നവരും കുടിക്കുന്നവരും വലിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പുകയില പലതരത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട്, തമ്പാക്കു. അതും ഈ മഹാരാഷ്ട്രയിലെ തന്നെ ചില സ്ഥലങ്ങളിലേക്ക് പോയാൽ, ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആദ്യമായിട്ട് പോയപ്പം എനിക്ക് അത്ഭുതം തോന്നി. എന്താ ഇത് കാണുന്നത്?
കൊച്ചു കൊച്ചു മാടക്കടകളാണ്, ചെറിയ ചെറിയ കടകൾ. അവിടെ ഇരുമ്പിൻ്റെ, ചിലയിടത്താണെങ്കിൽ പിച്ചളയുടെ ഒക്കെ ചില പ്രത്യേക അരകല്ല് പോലത്തെ, അപ്പോൾ തന്നെ അതിന് ചെറിയ കട്ടിങ്ങുകളുള്ള, ഈ പുകയിലേക്ക് ഭയങ്കര ശക്തിയോട് ഇവരിട്ട് ഒരു പ്രത്യേക കവറിനകത്തിലിട്ടിട്ട് തിരുമുക ഭയങ്കരമായിട്ട്. നിങ്ങൾ കണ്ടായിരിക്കും, അല്ലാതെ തന്നെ കഴിക്കുന്നവർ ഒരു ശകലം എടുത്ത് കയ്യിലിട്ടിട്ട് ചില തള്ളവിരൽ കൊണ്ട് തിരുമും, ചിലരാണെങ്കിൽ ഇങ്ങനെ വെച്ച് തിരുമും. അതിന് ലഹരി കൂടുന്നതായിരിക്കും, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പം ഇങ്ങനെ തിരുമ്മി അല്പം കഴിക്കുമ്പോൾ ചെറിയൊരു ലഹരി, കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് പോവും, പിന്നെയും അത് കഴിക്കണമെന്ന് തോന്നും. അങ്ങനെയാണ് ആസക്തി, അടിമത്വം ഉണ്ടാകുന്നത്. ഇതുപോലെ ഒരു കഞ്ചാവിൻ്റെ ലഹരി പോലെ ഒരൽപ്പം കേൾക്കുന്നവർക്ക് ലഹരി ഒടുക്കുന്ന തരത്തിലെ പ്രസംഗങ്ങളും ദൂതുകളുമൊക്കെ ഇന്ന് ധാരാളം ലഭ്യമാണ്. കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും. ആ സുഖം അല്പം മണിക്കൂറുകളിലേക്കേ ഉള്ളൂ. അത് കഴിയുമ്പം പിന്നെയും അതുപോലെ കേൾക്കണം എന്ന് തോന്നും. വെറും ഒരു ലഹരിയിൽ മാത്രം. എന്നാൽ തിരുവെഴുത്ത് നമുക്ക് തരുന്ന ഈ വാഗ്ദത്തങ്ങൾ, സ്തോത്രം, വിലയേറിയതാണ്, അതിമഹത്തായതാണ്. ഭൗമജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ ഒതുക്കിയിടുന്ന കാര്യങ്ങളല്ല. ലക്ഷ്യം മനസ്സിലായല്ലോ? സ്തോത്രം. ആത്മാവിലും ജഡത്തിലുമുള്ള സകല പാപങ്ങളെയും നീക്കാനും ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയാനും വിശുദ്ധിയിൽ നാം തികഞ്ഞവരാകാനും ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളാകാനും നമ്മെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് ഉത്തേജനം പകരുന്ന വാഗ്ദത്തങ്ങളാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ചിലതാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കിരീടങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി കർത്താവ് കൊടുത്ത് അവരെ അവർക്ക് കിരീടങ്ങൾ നൽകി മാനിക്കുന്നതിനെ കുറിച്ച് നാം ഇന്നലെ വരെ ചിന്തിച്ചു. അതിൻ്റെ അക്ഷരീകതയും അതിൻ്റെ സാദൃശ്യങ്ങളും എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം. അതിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു കൺക്ലൂഷൻ, ഒരു തീർപ്പ് എന്നുള്ളതാണ്, ചിലത് അക്ഷരീകമായിട്ടുള്ളതാകാം, സ്വർണ്ണക്കിരീടം പോലെയുള്ളത്. എന്നാൽ മറ്റു ചിലത് തലയിൽ വെക്കുന്ന ഒരു അക്ഷരീക സാധനമാകാൻ സാധ്യതയില്ല. പകരം നിത്യത മുഴുവനും നിലനിൽക്കുന്ന ആദരവും മാന്യതയും ഒക്കെയാകാം. അതും ദൈവസന്നിധിയിൽ മറ്റാരാലുമല്ല, ദൈവത്താൽ തന്നെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാകാം. മറ്റെന്തെങ്കിലും ഈ വിഷയങ്ങളിൽ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ? ശരി. ഇതുവരെ നമ്മൾ രണ്ട് പ്രതിഫലങ്ങളെ കുറിച്ചാണ് കണ്ടത്. ഒന്നാമത്തേത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റിവാർഡ്സ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. പോസിറ്റീവ് റിവാർഡ്സിനെ കുറിച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു. Eternal life and crowns. ഒന്ന് ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. രണ്ടാമത്തേത് ക്രൗൺസ്, കിരീടങ്ങൾ. മൂന്നാമത്തേത് ഇപ്പം മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. പ്രതിഫലങ്ങൾ വിശുദ്ധന്മാർക്കുള്ളത്. ആദ്യം നമ്മളതിനെ രണ്ടാക്കി, നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ്. പിന്നീട് നമ്മൾ പോസിറ്റീവ്സിലേക്ക് വന്നു.
സകാരാത്മകമായ. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് നിത്യജീവൻ, 2 കിരീടങ്ങൾ. കിരീടങ്ങൾക്കകത്ത് നമ്മൾ അതിനെ വീണ്ടും തരം തിരിച്ച് പഠിക്കുകയുണ്ടായി. നമുക്ക് വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ പ്രതിഫലമാണ് ഡിഫറെന്റ് പൊസിഷൻസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. ഡിഫറെന്റ് പൊസിഷൻസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവിധ സ്ഥാനമാനങ്ങൾ. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. മാത്യു 5:19. Therefore, whoever relaxes one of the least of these commandments and teaches others to do the same will be called least in the kingdom of heaven. But whoever does them and teaches them will be called great in the kingdom of heaven. Praise God. Great in the kingdom of heaven. ചിലർക്ക് അവിടെ തന്നെ നമ്മൾ കണ്ടല്ലോ, ചിലർ സ്വർഗരാജ്യത്തിലെത്തും, പക്ഷേ അവിടെ ഏറ്റവും ചെറിയവർ എന്ന് വിളിക്കപ്പെടും. മറ്റു ചിലർ ഏറ്റവും വലിയവർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ സ്വർഗരാജ്യത്തിൽ പദവികൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ആ പദവികൾ സ്വർഗരാജ്യത്തിലെ ചെറിയവരും വലിയവരും എന്ന് കണക്കാക്കപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അവിടെ പറയുന്നു? ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനം. ആവർത്തിച്ചു പറയേണ്ടതില്ലല്ലോ, ഇത് രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് മാത്രമാണ്. അതുകൊണ്ട് ദൈവവചനം രക്ഷയ്ക്ക് യോഗ്യമായി അനുസരിക്കുക അനുസരിക്കാതിരിക്കുക എന്ന ഭാഗം വരുന്നില്ല. പാപമോചനം ലഭിക്കുന്നതിനും ജീവപുസ്തകത്തിൽ പേരുകൾ ചേർക്കപ്പെടുന്നതിനും അടിസ്ഥാനപരമായി ദൈവവചനം അനുസരിച്ചവർക്കുള്ള പ്രമാണങ്ങളോ വാഗ്ദത്തങ്ങളോ ആണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ പിന്നെ അനുസരിക്കാത്തവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മളിവിടെ രക്ഷിക്കപ്പെട്ടവരെ മാത്രം ഉദ്ദേശിച്ച് അവർ ദൈവവചനത്തെ എങ്ങനെ കാണുന്നു, വചനത്തിലെ പ്രമാണങ്ങളെ എങ്ങനെ കാണുന്നു എന്ന നിലകളിലാണ് നാം നോക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് തന്നെ പറയുന്നു, ദൈവവചനത്തിലെ, അവിടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, ന്യായപ്രമാണത്തിലെ ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കൽപ്പന, അത് ഇതൊന്നും സാരമില്ലെന്നേ എന്ന നിലയിൽ കണക്കാക്കിയാൽ അവർ സ്വർഗത്തിലെത്തും. പക്ഷേ സ്വർഗത്തിലെ സ്ഥാനം അവർക്ക് ചെറുതായിരിക്കും. എന്നാൽ ആവർത്തിക്കട്ടെ, രക്ഷയെ ബാധിക്കുന്ന ഉപദേശങ്ങളല്ല ഈ പറയുന്നത് കേട്ടോ. പാപം ചെയ്യുന്ന വിഷയത്തിലെ പ്രമാണങ്ങളും അല്ലിത്. വിശുദ്ധന്മാർ പാലിക്കേണ്ട, അവർ ഭക്തിയുടെ തീവ്രതയിൽ കാണുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണിത്. അല്ലാതെ രക്ഷയെ, നിത്യതയെ ബാധിക്കുന്ന കൽപ്പനകളുടെ വിഷയമല്ല എന്നത് ആവർത്തിച്ചു പറഞ്ഞോട്ടെ. സ്തോത്രം. എന്നാൽ ദൈവവചനത്തിൽ രക്ഷയെ ബാധിക്കാത്തതായ, നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ, ജീവിക്കാൻ സ്വാതന്ത്ര്യം തരുന്നതായ ഒരു കാര്യം, അല്ലെങ്കിൽ വ്യക്തമായ ഒരു കൽപ്പന ബൈബിളിൽ തരാത്ത, അരുതെന്ന് ദൈവം കൽപ്പിക്കാത്ത ഒരു വിഷയം. എന്നാൽ
നേരിട്ടല്ലാതെയുള്ള കൽപ്പനകളോ ദൈവഹിതമോ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായ ചില കാര്യങ്ങൾ. അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അവ ഒഴിവാക്കിയാലും നിത്യതയിൽ എത്തുകയും ചെയ്യാം. അതുകൊണ്ട് അത് സാരമില്ല, അതത്ര ഗൗരവമുള്ളതൊന്നുമല്ല എന്നും പറഞ്ഞ് അവയെ കളഞ്ഞാൽ, അവയെ അവഗണിച്ചാൽ അവർക്ക് നിത്യതയിൽ എത്താമെങ്കിലും അവർ ചെറിയവരെന്ന് വിളിക്കപ്പെടും. എന്നാൽ മറ്റു പലരും അവഗണിച്ചാലും നിത്യതയെ ബാധിക്കാത്ത കാര്യങ്ങൾ, പക്ഷേ ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും ഒക്കെ കൊണ്ട് അതനുസരിക്കുവാൻ, അത് ചെയ്യുവാൻ സമർപ്പിതരായി അതങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും കൂടെ ചെയ്യുന്നവർ ഭൂമിയിൽ ഭോഷന്മാരെന്ന് വിളിക്കപ്പെടാമെങ്കിലും ദൈവസന്നിധിയിൽ, ദൈവരാജ്യത്തിൽ അവർ വലിയവർ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ, അതിനടിസ്ഥാനം ദൈവവചനത്തോടുള്ള നമ്മുടെ ഗൗരവമേറിയ സമീപനമാണ്. സ്തോത്രം. ഗൗരവമേറിയ ഒരു സമീപനമാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ ഇടയിലൊക്കെയുള്ള ഇപ്പോഴത്തെ വളരെ ചർച്ചാ വിഷയമായ, നമ്മുടെ ഇടയിലും ഒരു ചോദ്യം വന്നതും പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ നേരത്തെ ചിന്തിച്ചതാണെങ്കിലും ചിന്തിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ചോദ്യോത്തര വേളയിൽ മാറ്റിവെച്ചതുമായ ഒരു കാര്യമാണ് ആഭരണധാരണം. കേരള പെന്തക്കോസ്ത് സഭകൾ ആഭരണ വർജനം കർക്കശത്തോടെ ഉപദേശിക്കുകയും ആചരിക്കുകയും ചെയ്തിരുന്ന സഭകളാണ്. എന്നാൽ ഇന്ന് അതിലൊത്തിരി അയവ് വന്നിട്ടുണ്ട്. CPM, TPM, IPC സഭകളാണ് ഈ വിഷയത്തിൽ ഏറ്റവും കടുത്ത തീരുമാനങ്ങളിൽ നിന്നിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്തുക. എന്നാൽ ഈ മൂന്ന് കൂട്ടരും പോലും, കാരണം ഏജിക്കാരും ചർച്ച് ഓഫ് ഗോഡുകാരും ഒക്കെ അല്പം വിദേശ സ്വാധീനമുള്ളത് കൊണ്ട് പണ്ട് മുതലേ ചെറിയ കണ്ണടപ്പുണ്ട്. ഇനി ഒന്നും ഇല്ലെങ്കിലും വിദേശ നേതാക്കന്മാർ വരുമ്പോഴെങ്കിലും അവരൊരു വെഡ്ഡിങ് റിംഗ് എങ്കിലും ഇട്ടുകൊണ്ട് വരുന്നവരാണ്. പിന്നെ കേരളത്തിലൊക്കെ വന്ന് കുറേ കാലം, ഈ അടുത്ത കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇന്റർനാഷണൽ ലീഡേഴ്സ്, വിദേശ നേതാക്കന്മാരൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ചർച്ച് ഓഫ് ഗോഡിന്റെ നേതൃത്വം അവരോട് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ വെഡ്ഡിങ് റിംഗ് ഒന്ന് ഊരി വെക്കണമെന്ന്. അങ്ങനെ അവർ ചെയ്യുമായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്. അപ്പം AG ചർച്ച് ഓഫ് ഗോഡിനൊക്കെ ഈ വിദേശമായ ബന്ധമുള്ളത് കൊണ്ട് പണ്ട് മുതൽ തന്നെ ഈ വിഷയത്തിൽ ഞാനീ പറഞ്ഞ മറ്റ് IPC, TPM, CPM സഭകളുടെ തീവ്ര നിലപാട് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ തീവ്ര നിലപാട് സ്വീകരിച്ചിരുന്ന ഈ പറയപ്പെട്ട സഭകൾ അതുപോലും ഇപ്പോൾ അയവ് വരുത്തിയിട്ടുണ്ട്. ചില പ്രാദേശിക സഭകൾ ഇപ്പോഴും ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. അവിടെ വരുന്ന പാസ്റ്റർമാരോട്, ട്രാൻസ്ഫറായിട്ട് വരുന്ന പാസ്റ്റേഴ്സിനോട് വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും കമ്മിറ്റിക്കാർ വിളിച്ച ആദ്യത്തെ സഭായോഗത്തിന് മുമ്പേ പറയുന്നത്, ഇവിടുത്തെ തിരുവത്താഴത്തിൽ പറഞ്ഞിരിക്കണം, ആഭരണധാരികൾക്ക് തിരുവത്താഴം നൽകുന്നതല്ല എന്ന്.
ആഭരണധാരികൾക്ക് തിരുവത്താഴം തരത്തില്ലെന്ന് പരസ്യമായിട്ട് എല്ലാ സഭായോഗങ്ങളിലും കുറഞ്ഞപക്ഷം തിരുവത്താഴമുള്ള സമയത്തെങ്കിലും പറഞ്ഞിരിക്കണമെന്ന് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന പാസ്റ്റർമാരോട് കർക്കശത്തോട് ഉപദേശിക്കുന്ന കമ്മിറ്റികളുള്ള സഭകളെ എനിക്കറിയാം. അവിടെ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും, സ്നാനത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഈ ആഭരണ വിഷയം പറഞ്ഞിരിക്കണമെന്ന് കർക്കശാണ്. കള്ളം പറയുന്നവരുണ്ടേലും പ്രശ്നമില്ല, തിരുവത്താഴം എടുക്കാം. കുടുംബകലഹം നടത്തുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും പ്രശ്നമില്ല, അതൊന്നും പ്രസംഗിക്കുന്നും പറയത്തൊന്നുമില്ല, അവർക്കും തിരുവത്താഴം എടുക്കാം. കടം മേടിച്ചിട്ട് തിരികെ കൊടുക്കാത്തവർക്കും ബാങ്കിനെ കളിപ്പിച്ചിട്ടുള്ളവർക്കും സ്ത്രീധനം ചോദിച്ചു വാങ്ങിച്ചവർക്കും തരാത്തവരെ പീഡിപ്പിച്ചിട്ടുള്ളവർക്കും ഇവർക്കൊക്കെ തിരുവത്താഴം എടുക്കുക. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രസംഗിക്കാറില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? അതേസമയം ഈ കാര്യം പറഞ്ഞിരിക്കും. 10,000 രൂപയുടെയും 25,000 രൂപയുടെയും ഷൂസ് ഇട്ടുകൊണ്ട് വരുന്നവർക്ക് തിരുവത്താഴം എടുക്കാം. പരസ്യവേദി ഞാനത് പറയുന്നത് ശരിയല്ല, എന്നാലും ചെളിയിലും വിസർജ്യത്തിലും വരെ ചവിട്ടാനുള്ള ഷൂസ് 1000കണക്കിന് രൂപയുടേത് ഇടുന്നവർക്ക് തിരുവത്താഴം എടുക്കാം. ഞാൻ നോർത്ത് ഇന്ത്യൻ സെറ്റപ്പിൽ കൂടെ പറയുകയാണ്. 5 രൂപയ്ക്ക് 10 എണ്ണം കിട്ടുന്ന കുപ്പിവളയിലെ 2 എണ്ണം ഇട്ടാൽ അവർക്ക് തിരുവത്താഴം എടുക്കാൻ നിയമമില്ല. വേറെ ചിലരുണ്ട്, ഞങ്ങളിവിടെ കൗൺസിലിൽ ചർച്ച ചെയ്തിട്ടുള്ള, ഞങ്ങൾക്ക് കൗൺസിലിൽ കത്ത് കിട്ടി ചർച്ച ചെയ്തൊരു വിഷയം കൂടെ ഞാൻ ഈ പറയുന്നത്. കല്യാണമാണോ വലുത്, തിരുവത്താഴമാണോ വലുത്? ചോദ്യത്തിന് ആധാരം ആഭരണം ഇട്ടുകൊണ്ട് കല്യാണം നടത്തിയാൽ അത് ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ ചില സഭകളിൽ ആഭരണം ഇട്ടുകൊണ്ട് തിരുവത്താഴം കൊടുക്കാം, കുഴപ്പമില്ല. അത് രണ്ടാമത്തെ ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പൊ കണ്ടോ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പല സഭകളിലും ഇതിന് അയവ് വന്നിട്ടുണ്ട്. അയവ് വരാൻ അല്ലെങ്കിൽ അയവ് വരുത്തുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ നിയമത്തിൽ എങ്ങും ആഭരണം ധരിക്കരുതെന്ന് കൽപ്പനയില്ല. പഴയ നിയമത്തിലുണ്ട്, ആഭരണം നീക്കിക്കളവീൻ എന്നുള്ള കർത്താവിൻ്റെ കൽപ്പനയുണ്ട് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ. പുതിയ നിയമത്തിലെങ്ങും അങ്ങനെ നേരിട്ടുള്ള ഒരു കൽപ്പന ഇല്ല. എന്നാൽ പൗലോസും പത്രോസും ഒക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ ചില ഭാഗത്ത് വായിക്കുന്നത് പോലെ സ്ത്രീകളുടെ എന്താണ് പറയുന്നത്, തങ്ങളെ തന്നെ ഒരുക്കുന്നത്, അല്ലെ? അലങ്കാരം. താങ്ക് യു. സ്ത്രീകളുടെ അലങ്കാരം പൊന്നണിയുന്നതല്ല എന്ന ഒരു വാക്യമുണ്ട്. അവിടെ തന്നെ പറയുന്നുണ്ട് വസ്ത്രം ധരിക്കുന്നതും അല്ല എന്ന്. അപ്പം ആഭരണം മൊത്തം അങ്ങനെ നീക്കിക്കളയുകയാണെങ്കിൽ അവിടെ തന്നെ വസ്ത്രത്തെക്കുറിച്ചും പറയുന്നു. അപ്പൊ ഇങ്ങനെ നേരിട്ടൊരു കൽപ്പന അരുതെന്നില്ലാത്തത് കൊണ്ട് അതാകാം എന്നൊരു നിലയിലാണ് ഇന്ന് പല സഭകളും സംഘടനാപരമായും അല്ല പ്രാദേശികമായും ഇതിൽ ഒരു ചെറിയ അയവ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചില സഭകളെ വിളിക്കുന്നത് ആഭരണ പെന്തക്കോസ്ത് സഭകളെന്ന്. ആഭരണ പെന്തക്കോസ്ത് സഭ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെയുള്ള
ഞാൻ മറ്റേ സൂസനോട് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ആരോടും പറഞ്ഞില്ല. ഇവിടെയുള്ള ഒരു സീനിയർ ദൈവദാസൻ എന്നെ വിളിച്ചു. എനിക്ക് പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല, ഞാൻ നാട്ടിലായിരുന്ന സമയത്താണ്. അതിനുശേഷം ഞാൻ ഈ താമസിക്കുന്നതിന് അടുത്ത സ്ഥലത്തുള്ള ഒരു ആൻറ്റി എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നലെ ആ ദൈവദാസൻ എന്നെ വിളിച്ചതും ഇതേ വിഷയത്തിന് വേണ്ടിയാണെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചില്ല എന്നേ ഉള്ളൂ, ഇതിനു വേണ്ടിയായിരുന്നു എന്നതുകൊണ്ട്. അപ്പോൾ നേരത്തെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ വന്ന ഒരു ആൻറ്റിയാണ്. കുടുംബം, മക്കൾ ഒക്കെ ഉണ്ട്. മക്കൾ വിദേശത്തോ മറ്റോ ആണെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പം അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദൂരെയുള്ളൊരു ചർച്ചിലാണ്. ഇവിടെ ഞങ്ങളുടെ ചർച്ചിൽ വരുന്നതിന് വേണ്ടി അവർ ആഗ്രഹിച്ചു. ഇങ്ങനെ സംസാരിച്ചു. ഇന്നലെ എന്നെ വിളിച്ച ആ ദൈവദാസൻ നമ്മുടെ സഭ റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ എന്നെ വിളിച്ചതാ. വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ബാക്കിയെല്ലാം ഒക്കെ ആയിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ സഭ ആഭരണധാരണത്തെ അനുകൂലിക്കുന്ന സഭയാണോ? ഞാൻ പറഞ്ഞു അല്ല. ഓ, എന്നാൽ പിന്നെ എനിക്ക് പറ്റില്ല. ഞാൻ ഇത്രയും വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് ഞാൻ പോയ എങ്ങും എന്നോട് ഈ വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ആഭരണം മാറ്റാൻ പ്രയാസമുണ്ട്, എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ആൻറ്റി. അവരെ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബങ്ങളും ഒക്കെ കൂടെ കുറച്ച് പേരെ ചർച്ചിലേക്ക് വരുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ നിങ്ങൾക്കറിയാം ഒരു മിനി ഹെവനാണ്. ഒത്തിരി ആൾക്കാരൊന്നുമില്ല, പക്ഷേ 6-7 ഭാഷക്കാരുണ്ട്. ബംഗാളി, ബീഹാരി, മലയാളി, മറാഠി, UP-ക്കാര്, MP-ക്കാര്, ഇങ്ങനെ 6-7 സംസ്ഥാനക്കാർ, കുറച്ചു വരെ ഉള്ളൂ. എങ്കിൽ കൂടെ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു മിനി ഹെവനാണെന്ന്. അതിൽ ഭർത്താക്കന്മാർ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവരുണ്ട്. കിലോ കണക്കിന് വെള്ളിയാഭരണങ്ങളും പിന്നെ പവൻ കണക്കിന് സ്വർണ്ണാഭരണങ്ങളും ധരിച്ചുകൊണ്ടിരുന്നവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. കിലോ കണക്കിന് വെള്ളി എന്ന് പറഞ്ഞാൽ അതിശോക്തിയൊന്നുമല്ല കേട്ടോ. കാലയിലൊക്കെ പിടിമുറ്റാത്ത തരം വെള്ളി കൊണ്ടുള്ള പാദസുരങ്ങൾ ഇട്ടുകൊണ്ട് നടന്നവരാ. അതുപോലെ ഈ 4 വിരൽ വീതിയേക്കാൾ വീതിയുള്ള വെള്ളിയുടെ അരിഞ്ഞാണമൊക്കെ ഇട്ട് ഉപയോഗിച്ചിരുന്നവര്. അപ്പം ചില കിലോകൾ വെള്ളിയാഭരണങ്ങൾ ധരിച്ചിരുന്നവരും അതിനുള്ള ആസ്തിയുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇത് ഉചിതമല്ല എന്ന് കണ്ട് സ്വന്തം ഭർത്താവിൻ്റെ ഉൾപ്പെടെ കുടുംബത്തിലെ ഉൾപ്പെടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് വില കൊടുത്ത് ഇതെല്ലാം മാറ്റി എനിക്കിതൊന്നും വേണ്ട എന്ന് വർജനം, റിനൗൺസിങ്, വർജനം ആചരിച്ചവരാ. ഇത്ര വില കൊടുത്ത് ഈ നിലകളിൽ നിന്നവരുടെ ഇടയിലേക്ക് എനിക്ക് ആളിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്രകാരമുള്ള കുറച്ചു പേരെ അനുവദിച്ചാൽ അത് ദൈവസന്നിധിയിൽ നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ സാധാരണ പറയുന്നത്, ആഭരണവർജനത്തെക്കുറിച്ച് ബൈബിളിൽ നേരിട്ട് ഈ പറയുന്നത് പോലെ പുതിയ നിയമത്തിൽ നേരിട്ട് ഒരു കൽപ്പന നമുക്ക് ലഭിക്കുന്നില്ല. ശരി തന്നെയാണ്, അതാണ് അതിൻ്റെ ശരി. എന്നാൽ
ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ആഭരണത്തിന് ഞാൻ 4-ാമത്തെ സ്ഥാനമേ ഈ ചോദ്യം വരുന്നത് കൊണ്ട് കൊടുക്കുന്നുള്ളൂ. 1-ാമത്തെ സ്ഥാനം ബൈബിളിനും, 2-ാമത്തെ സ്ഥാനം വസ്ത്രത്തിനും, 3-ാമത്തേത് ഭക്ഷണത്തിനും നൽകും. ബൈബിൾ, വസ്ത്രം, ആഹാരം, ആഭരണം. ഇതിൽ വേദപുസ്തകം ഞാൻ പറയാതെ അതിൻ്റെ പ്രാധാന്യത 1-ാം സ്ഥാനം നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും പഠിക്കുന്നതും ആചരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും ആവോളം പരിശ്രമിക്കുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 100% ഞാൻ വിജയിയായി എന്ന് അഭിമാനിക്കുന്നില്ല, അവകാശപ്പെടുന്നില്ല. ഈ വേദപുസ്തകം ഉൾപ്പെടെ എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ഏതാണ്ട് 20 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങിയത് കൊണ്ട് പലയിടത്തും വേറെ ഒരെണ്ണം വാങ്ങണം എന്നുള്ള നിലയിൽ ഇരിക്കുക ഞാൻ. ചില ഭാഗങ്ങളൊക്കെ ഒത്തിരി അങ്ങ് മങ്ങിയത് കൊണ്ട് അക്ഷരങ്ങളും മാഞ്ഞു തുടങ്ങി പലയിടത്തും. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം പുതിയത് വാങ്ങണമെന്ന് വിചാരിക്കുന്നു. ബൈൻഡും ചെയ്യിച്ചിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യം ബൈൻഡ് ചെയ്യിച്ചു, സോറി, ഒരിക്കൽ ഞാൻ ബൈൻഡ് ചെയ്യിച്ചതാണ്. 20 വർഷത്തിലധികമായി. കൃത്യമായിട്ട് ഓർക്കുന്നില്ല എത്ര വർഷമായെന്ന്, ഏതായാലും അതിലധികമായി. പലരും വേദപുസ്തകം വാങ്ങുന്നത് വായിക്കാൻ വേണ്ടി ആവശ്യം ഉണ്ടായിട്ടല്ല. ഓരോ കൺവെൻഷൻ സീസണിലും കൊമേഴ്സ്യലൈസ് ചെയ്ത് വാണിജ്യവൽക്കരിച്ചിറങ്ങുന്ന വേദപുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരെ എനിക്കറിയാം. ഞാൻ കല്യാണം കഴിക്കാൻ പോയ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. പലരും കല്യാണത്തിന് പുതിയ ബൈബിൾ വാങ്ങിക്കും. ഞാൻ കല്യാണത്തിന് പോലും പുതിയ ബൈബിൾ ഉപയോഗിച്ച ആളല്ല. എൻ്റെ സ്വന്തം കല്യാണത്തിൻ്റെ കാര്യം പറയുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിൾ എനിക്കത് മതി. കല്യാണത്തിന് പുതിയ ബൈബിൾ വാങ്ങിച്ച് ഗിൽറ്റൊക്കെ ഇട്ട് എന്തിനാ? എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതും പറയുന്നതും ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ വേദപുസ്തകം വാങ്ങുന്നതും പുതിയത് വാങ്ങിക്കൂട്ടുന്നതും പോലും പാപമാണെന്ന്, അരുതാത്തതാണെന്ന് കരുതുന്നയാളാണ് ഞാൻ. അനാവശ്യമായ ആഡംബരമായ ഒരു ചിലവാക്കലാണത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഉപയോഗിക്കാത്ത എത്ര ബൈബിളുകൾ ഇരിപ്പുണ്ട്. ഒരു മിഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്, ഒരു മിഷൻ കണക്കനുസരിച്ച്, if you collect the unused and 100 Bibles from the Bible believing families, you will have enough Bible to distribute for next 10 years at least without printing a new Bible ever. Got it? ബൈബിൾ വിശ്വസിക്കുന്നവരുടെ വീടുകളിൽ ഉപയോഗിക്കാതെ വായിക്കാതെ വെച്ചിരിക്കുന്ന ബൈബിളുകൾ നമ്മൾ കൂട്ടിയാൽ, ഉപയോഗിച്ചാൽ അടുത്ത 10 വർഷത്തേക്ക് ഒരു ബൈബിള് പോലും പ്രിന്റ് ചെയ്യാതെ ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള ബൈബിളുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഉണ്ടാവുമെന്ന്. ചിലപ്പം 10 വർഷം എന്നുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. പക്ഷെ ഒരു യാഥാർത്ഥ്യമായത്. പിന്നെയും എന്തിനാ ആഡംബരത്തിന് വേണ്ടി ഇറങ്ങുന്ന കണ്ടാ കൊള്ളാമെന്നും പറഞ്ഞ് ബൈബിൾ പിന്നെയും വാങ്ങി വെക്കുന്നത്? അത് അനാവശ്യമാ, പാടില്ല. 2, വസ്ത്രം. ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് നാണം മറയ്ക്കാനുള്ള, നേക്കഡ്നെസ് കവർ ചെയ്യാനുള്ള നമ്മുടെ വസ്ത്രമാണ്. അതും എത്രയേ ആകാവൂ, അല്ലെങ്കിൽ എന്തുമാത്രം മതി? ഓരോരുത്തൻ്റെ ആവശ്യത്തിനനുസരിച്ച് മതി. നമ്മുടെ വീടുകളിൽ
നമ്മുടെ പക്കൽ നമുക്ക് അൺയൂസ്ഡ് ആയിട്ടുള്ള ഉപയോഗമില്ലാതിരിക്കുന്ന വസ്ത്രങ്ങൾ ധാരാളം ഇല്ലേ? സ്തോത്രം. ഒരു ദിവസം ഒരെണ്ണം വെച്ച് ഉപയോഗിച്ചാലും ഒരു വർഷം കൊണ്ട് ഉപയോഗിച്ച് തീരാത്തത്ര വസ്ത്രങ്ങളുള്ളവരെ എനിക്കറിയാം. ഒട്ടും അതിശയോക്തിയല്ല, ഒട്ടും അതിശയോക്തിയല്ല. ചിലരുടെയൊക്കെ കയ്യിൽ ആയുസ്സിൽ ഒരിക്കൽ മാത്രം ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉള്ളവരുണ്ട്. എന്നാലും അടുത്തൊരു ഫംഗ്ഷന് പുതിയതെടുത്തേ ഒരു പോകും. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വീട്ടിൽ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ അച്ചായൻ എന്നോട് പറഞ്ഞ, എൻ്റെ പാസ്റ്ററെ, എൻ്റെ ഭാര്യ ഇന്നാള് പുതിയ സാരി കൊടുത്തില്ലെന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കുക. എന്നിട്ട് പറഞ്ഞു, ആയുസ്സിൽ ഒരിക്കൽ മാത്രം ഉപയോഗിച്ച ഒത്തിരി എണ്ണമില്ലാത്ത സാരികൾ ഇവിടെ ഇരിപ്പുണ്ട്, എന്നാലും ഈ കല്യാണത്തിന് അവൾക്ക് പുതിയ സാരി വേണമെന്ന്. ഞാൻ പറഞ്ഞു, മേടിക്കണ്ട. അനാവശ്യമായ രീതിയിൽ വസ്ത്രം, അതിപ്പോ ഓരോരുത്തരുടെ ജോലിയും ഓരോരുത്തരുടെ തൊഴിലുമൊക്കെ അനുസരിച്ച് അതിൻ്റെ എണ്ണമോ ഒക്കെ കൂടാം. അല്ലാതെ ഒരു കൃത്യമായിട്ട് ഇത്ര വസ്ത്രം എന്നൊന്നുമില്ല. ഞാൻ എനിക്ക് വേണ്ടി കണക്കാക്കിയിട്ടുണ്ട്. അതിലധികം വസ്ത്രം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും പുതിയത് തന്നാലും ഞാൻ അവരോട് പറയാറുണ്ട്, എൻ്റെ തത്വം ഇതാണ്, അതുകൊണ്ട് വേണ്ട. ഞാൻ നേരത്തെ 2 അല്ലെ 3 ജോഡി മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യങ്ങളും യാത്രകളും ഒക്കെ വർദ്ധിച്ചപ്പോൾ അതിപ്പോൾ മാക്സിമം 10 ജോഡി എന്നാക്കിയിട്ടുണ്ട്. 7 to 10 ഒരാഴ്ച നിരന്തരം ഓരോ ദിവസവും ഇടാനൊക്കാതെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നാൽ എന്ന് വിചാരിച്ചാണ് ഈ യാത്രകളിലൊക്കെ പോകുമ്പോൾ 7 to 10 പെയർ എന്ന് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. എൻ്റെ കാര്യമാണ് അത്. നിങ്ങളുടെയൊക്കെ ജോലിയും നിങ്ങളുടെയൊക്കെ പ്രൊഫഷനും ഒക്കെ അനുസരിച്ച് അതിൻ്റെ എണ്ണം കൂടാം, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കൂടാം. എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ പോകില്ല. ആ നിലയിൽ ആവശ്യത്തിൽ അധികമാണ് വസ്ത്രം അതിനുവേണ്ടി ചിലവഴിക്കുന്നതെങ്കിൽ അതും പാപത്തിൽപ്പെടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തേതാണ് ഭക്ഷണം. ഭക്ഷണ വിഷയത്തിലും ആഡംബരവും അനാമത്ത് ചെലവുകളും പാടില്ല എന്ന വാദഗതിക്കാരനാണ് ഞാൻ. ഒരു റെഫറൻസ് തരാമോ എന്ന് ചോദിച്ചാൽ ഒരു കൽപ്പനയായിട്ടൊരു റെഫറൻസ് തരാൻ എനിക്കില്ല ബൈബിളിൽ. എന്നാൽ ഇൻഡിറക്റ്റ് ആയിട്ടുള്ള സൂചനകൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അവിടേക്കൊന്നും ഞാൻ പക്ഷെ പോകുന്നില്ല. അപ്പോൾ ബൈബിൾ, വസ്ത്രം, ഭക്ഷണം എന്നിവയിൽ അനാമത്തായ ചെലവുകളും ആഡംബരങ്ങളും പാടില്ല എങ്കിൽ പിന്നെ ആഭരണത്തിന്റെ വിഷയത്തിൽ ഇനി പറയേണ്ടതുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമേ പ്രസക്തമല്ല. അവർ നേരെ തിരിച്ചു പറയും, ആരാ നമ്മൾ? രാജാവിൻ്റെ മക്കളാ, നമ്മൾ രാജകുമാരന്മാരാ. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എനിക്ക് എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, അദ്ദേഹം എൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു കൂട്ടായ്മയിൽ ആയിരിക്കുന്നതേ ഉള്ളൂ. വാട്സാപ്പ് ബന്ധങ്ങളേ ഉള്ളൂ. 1-2 പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് മാത്രം. അദ്ദേഹം എനിക്ക് ഒരു ക്ലിപ്പ് അയച്ചു തന്നു. ഒരു പയ്യൻസ്, കണ്ടിട്ട് ടീനേജറാണെന്ന് തോന്നുന്നു, നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. നിങ്ങളുമൊക്കെ കണ്ടു കാണും ചിലപ്പോൾ. ഇതേ ക്ലിപ്പാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ രാജാവിൻ്റെ മക്കളാണ്, അതുകൊണ്ട്
പപ്പായോട് ചെന്നിട്ട് തരണേന്നൊന്നും അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. രാജകുമാരന്മാരെ കൽപ്പിക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അങ്ങ് കൽപ്പിച്ചാൽ മതി എന്നും പറഞ്ഞ് ഒരു സന്ദേശം. അപ്പം ആ നിലകളിൽ ചിന്തിക്കുന്നവർ ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കത്തില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യേശുക്രിസ്തുവിന്റെ അംബാസഡർമാരാണ്. പണ്ട് എൻ്റെ പക്കല് ഓഫീസിൽ നിന്ന് തന്ന, ചർച്ച് ഓഫ് ഗോഡിന്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് സ്പോൺസർ ചെയ്ത് തന്ന ഒരു സൈക്കിളേ ഉള്ളായിരുന്നു, ഹെർക്കുലീസിന്റെ ഒരു സൈക്കിൾ. അപ്പൊ എന്നോട് പറഞ്ഞു, അംബാസഡർമാർ സൈക്കിളിലല്ല പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു, യെസ്, ഐ ആം ആൻ അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ്. 2 Corinthians 5:20, 2 കൊരിന്ത്യർ 5:20 പറയുന്നു, ഞാൻ യേശുക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണെന്ന്. ഞാൻ സ്ഥാനാപതിയാണെന്നും പറഞ്ഞ് ഇനിയിപ്പം സൈക്കിൾ ഉപേക്ഷിച്ചിട്ട് കാറെ പോണോ? എന്നോട് പറഞ്ഞ്, പൈജാമ കുർത്തയല്ല അംബാസിഡർ ഇടുന്നത്, സ്ഥാനാപതി ഇടുന്നത്, സ്ഥാനാപതി വസ്ത്രം ഇതല്ല. എൻ്റെ കയ്യിൽ എല്ലായ്പ്പോഴും ഒരു തോൾ സഞ്ചിയുണ്ട് തുണിയുടെ. ഇതൊന്നും അംബാസിഡറിന്റെ ഡ്രസ്സല്ല, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ പറഞ്ഞ, എന്നോട് ബോംബെ 2005 വന്നതാണ്. 2005 തൊട്ട് ചർച്ച് ഓഫ് ഗോഡ് തന്നെ ബോംബെയിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ചിരിക്കുക. അതുകൊണ്ട് ബോംബെക്ക് പുറത്തേക്ക് പിന്നെ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന സമയത്ത്, പ്രത്യേകിച്ച് ആ സമയത്ത് ഞാൻ ഓഫീസിൽ സെക്രട്ടറി ആയിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ സീനിയർ പാസ്റ്റേഴ്സ് പലരും എന്നെ വിളിച്ചിട്ട് ഉപദേശിച്ചു, തോളിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇനിയിപ്പം നോർത്ത് ഇന്ത്യയിലെ ഗാവുകളിലൊന്നും അല്ല കേട്ടോ, ബോംബെയിലാ, അതും ചർച്ച് ഓഫ് ഗോഡിന്റെ ഓഫീസിലാ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ അങ്ങ് മാറ്റണം. ഒരു കോട്ടും സ്യൂട്ടും ടൈയും ഒക്കെ കെട്ടണം, പ്രത്യേകിച്ച് ഫങ്ഷൻസിലൊക്കെ പോകുമ്പോൾ. വേറെ ചില സീനിയർ പാസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, കല്യാണത്തിനൊക്കെ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്, പാസ്റ്റർ ഇംഗ്ലീഷിൽ വേണം പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ആശംസയൊക്കെ പറയാനും ഒക്കെ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇത്രയും പ്രായമായിട്ടും കണ്ടില്ലയോ ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത് പാസ്റ്റർ. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഒരു ഇന്ത്യൻ സുവിശേഷകനായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു 10% അല്ലെങ്കിൽ പോട്ടെ ഒരു 50% മനസ്സിലാകും. ഞാൻ ഹിന്ദിയിൽ പറഞ്ഞാൽ 100% മനസ്സിലാകും. എങ്കിൽ ഞാൻ അതേ ഇഷ്ടപ്പെടുന്നുള്ളൂ. കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ ചെറിയ കൽപ്പനകളിൽ ഒന്ന് അനുസരിക്കാതെയോ അത് അഴിക്കുകയോ അതങ്ങനെ അല്ലെന്ന് പഠിപ്പിക്കുകയോ ചെയ്താൽ സ്വർഗത്തിൽ എത്തിയേക്കാം, പക്ഷേ ചെറിയവൻ എന്ന സ്ഥാനം. എന്നാൽ വലിയ കാര്യമൊന്നുമല്ല എന്ന് തോന്നുന്ന ദൈവവചനത്തിലെ ഉപദേശങ്ങളും കൽപ്പനകളും അവയ്ക്ക് ആന്തരിക ഭക്തി നിമിത്തം, ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം അതിനെ വലുതായിട്ട് കണ്ട് അതും എനിക്ക് അനുസരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് മറ്റുള്ളവരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്താൽ ഭൂമിയിൽ വലിയ മാന്യതയൊന്നും കിട്ടിയെന്നിരിക്കില്ല, പക്ഷേ സ്വർഗം അത് കണക്കാക്കും. സ്വർഗത്തിൽ അങ്ങനെയുള്ളവർക്ക് വലിയവർ എന്ന സ്ഥാനം ലഭിക്കും. അതിലൊരു ഉദാഹരണമാണ് ഞാൻ ഈ ആഭരണത്തിൻ്റെയും ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ കൂടെ പറഞ്ഞത്. സന്ദേശം നിങ്ങളോളം എത്തിയോ എന്നെനിക്കറിയില്ല, പറഞ്ഞതിൻ്റെ സാരമൊക്കെ. സ്തോത്രം. അപ്പം നേരിട്ട് കൽപ്പന ചില വിഷയങ്ങളിൽ നമുക്കില്ല, പക്ഷേ നമുക്ക് പല കൊണോട്ടേഷൻസ് തിരുവെഴുത്തിലുണ്ട്. അത് നമ്മൾ കർത്താവിനോട് അടുത്തിരുന്നാൽ അറിയാം.
കർത്താവിനോട് നമ്മൾ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നാൽ ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അത് ഇങ്ങോട്ട് കർത്താവ് പറയാതെ തന്നെ നമ്മൾ അവൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകളെ മനസ്സിലാക്കിക്കൊണ്ട് പൂർത്തീകരിക്കാൻ ശ്രമിക്കും. അതിന് ഭയങ്കര വിലയാ ദൈവസന്നിധികൾ കേട്ടോ. സ്തോത്രം. ചോദിച്ചാൽ തരുന്നത് വേറെ, ചോദിക്കാതെ നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യുന്നത് അത് വേറെ. സ്തോത്രം. ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു പ്രശ്നം. എനിക്കതിൽ ഇടപെടേണ്ടതായിട്ട് വന്നു. എൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും കൂടെ വന്നു. ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഭാര്യ ഭർത്താവിനെതിരെ പറഞ്ഞ ഒരു കാര്യം, പാസ്റ്ററെ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, ഇദ്ദേഹം ചിലപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്കോ ഞങ്ങളുടെ മാരേജ് ആനിവേഴ്സറിക്കോ ഒക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുതരും. പക്ഷേ എനിക്ക് ഒരു തരത്തിലും ഇഷ്ടമല്ലാത്ത ബ്രാൻഡോ അല്ലെങ്കിൽ സ്റ്റഫോ അല്ലെങ്കിൽ കളറോ ആയിരിക്കും കൊണ്ടുതരുന്നത്. എന്നോട് പറയാതെ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടു തന്ന, പക്ഷേ ഒന്നുകിൽ ഈ ബ്രാൻഡ് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ ഈ സ്റ്റഫ് എനിക്കിഷ്ടമല്ല, അതും അല്ലെങ്കിൽ ഈ കളർ എനിക്കിഷ്ടമല്ല. പിന്നെ അത് മാറാൻ കൊണ്ടുപോകും. ചിലപ്പോൾ മാറിക്കൊണ്ട് വരുമ്പോഴേ ഇതിൽ ഏതെങ്കിലും പ്രശ്നം ചോദിക്കുന്നത്, ഈ ഭാര്യ ചോദിക്കുക, ഇത്രയും വർഷമായിട്ട് എൻ്റെ ഭർത്താവായിട്ടിരുന്ന ഈ മനുഷ്യന് എൻ്റെ ഇഷ്ടം ഞാൻ പറയാതെ അറിഞ്ഞുകൂടെ? ചോദ്യം തെറ്റാണോ? മറ്റൊരിക്കൽ പറഞ്ഞു, ഞാൻ ചിലപ്പം രോഗിയായിട്ടോ അല്ല ഇരിക്കുമ്പോൾ ഇദ്ദേഹം പോയിട്ട് ഫ്രൂട്ട്സ് വല്ലതും മേടിച്ചോണ്ട് വരും. എനിക്കിഷ്ടമില്ലാത്ത സാധനമാണ് മേടിച്ചോണ്ട് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, അതേസമയം ഞങ്ങളുടെ കുടുംബത്തിലെ ഇന്നയാള് ചിലപ്പോഴൊക്കെ വിരുന്ന് വരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ചോണ്ട് വരും. എനിക്കിഷ്ടമുള്ളത് അദ്ദേഹം കൊണ്ട് തരുന്നത്. ആരോടാ അടുപ്പം തോന്നുക? മനസ്സിലായല്ലോ. ഇതുപോലെ കർത്താവ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ മാറ്റമില്ലാത്തതായ കൽപ്പനകളായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മളങ്ങ് അനുസരിക്കും. എന്നാൽ അതല്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. ആ ആഗ്രഹത്തെ മനസ്സിലാക്കി ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സമർപ്പണത്തോടെ എപ്പോഴും അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എല്ലാവരോടും പറയാതെ കിടക്കുന്ന ആ വാഞ്ച എന്തെന്ന് അറിയാൻ ഉദ്യമിച്ച് അത് നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്തോത്രം, ഭൂമിയിൽ ഭോഷന്മാർ എന്നെണ്ണപ്പെട്ടാലും, ഇതൊക്കെ അതിഭക്തിയാണെന്ന് അതിനീതിയാണെന്നൊക്കെ പറയപ്പെട്ടാലും ദൈവം അതിനൊക്കെ വളരെ വിലമതിക്കുമെന്നാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. സ്തോത്രം. അത് വസ്ത്രധാരണ വിഷയത്തിലായാലും, ഭക്ഷണ വിഷയത്തിലായാലും, ഭക്തിയുടെ വിഷയത്തിലായാലും, കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. സ്തോത്രം. ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും കമൻസോ ചോദ്യങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിലാകാം. വിശദീകരണം അല്പം കൂടിപ്പോയി നീണ്ടുപോയെന്ന് എനിക്കറിയാം. എന്നാലും അല്ല പാസ്റ്ററെ, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്നുള്ള വാക്യപ്രകാരം ഒരു കുടുംബത്തിൽ ഇപ്പം ഭാര്യയുടെ ഇഷ്ടം അനുസരിച്ച് എന്തെങ്കിലും ഒന്ന് മേടിച്ചു, ഒരു സാരി മേടിച്ചു കൊടുത്താൽ ആ പ്രശ്നം ഒഴിവാക്കാമല്ലോ. ആ ഭാര്യയും വിശ്വാസിയായിരിക്കുകയും
നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നയാളാണെങ്കിൽ ആ ഭാര്യയുടെ ഇഷ്ടത്തെ നിവർത്തിക്കുന്നതിനേക്കാൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഭാര്യയും കൂടെ ഇതിലേക്ക് ഒരുക്കിയെടുക്കുന്നതാണ് കൂടുതൽ ഉത്തമം. വെരി ട്രൂ. പക്ഷെ അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വരും വരും വരാത്ത ചുരുക്കം കേസുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അതും നേരിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില കേസുകളിലും. അത് സാരമില്ലെന്ന് വെക്കണം. ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇവിടെ ഞങ്ങളുടെ ഇവിടെ അല്ല, ഞാൻ ജനറലായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ആ തെറ്റിദ്ധാരണ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. ഇല്ല, അത് മനസ്സിലാകും, അത് കുഴപ്പമില്ല, ആ തെറ്റിദ്ധാരണയില്ല. ഇപ്പൊ ഒട്ടുമില്ല. താങ്ക് യു. പാസ്റ്റർ, ഈ ആഭരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ടാണ് കയറിയത്. അപ്പൊ ഈ വസ്ത്രം പറഞ്ഞു, ആഹാരം പറഞ്ഞു, ബൈബിള് പറഞ്ഞു, ആഭരണം പറഞ്ഞു. അപ്പം ആഭരണം അപ്പോ ആവശ്യത്തിന് ആകാം, അങ്ങനെയാണോ ഉദ്ദേശം? അല്ലല്ലോ അല്ലെ? ഇടയ്ക്ക് ആഭരണം ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണോ എന്നുള്ളതാ ചോദ്യം. ഓക്കെ 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 ഓക്കെ. ഞാനും ഇതുപോലെ എൻ്റെ ഒരു അനുഭവം ഇങ്ങനെ പറയാ. ഐ വാസ് സ്ട്രഗിൾ. ഒരാൾ എന്നോട് തർക്കിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു മനുഷ്യൻ തന്നെത്താൻ ഒരുക്കുമ്പോൾ അവൻ സ്വയം വിഗ്രഹമാകുവാൻ ശ്രമിക്കുവാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളാണെങ്കിലും ഇപ്പം ജാതികളാണെങ്കിലും വിഗ്രഹങ്ങളെയാണ് ആഭരണങ്ങളും രത്നങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ അണിയിച്ചൊരുക്കി അവര് പ്രദർശിപ്പിച്ച് നിർത്തുന്നത് പലപ്പോഴും വിഗ്രഹങ്ങളെയാണ്. അപ്പോൾ ദൈവമക്കൾ ഒരിക്കലും ഒരു വിഗ്രഹമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ദൈവമക്കൾ എപ്പോഴും ദൈവത്തിന്റെ തേജസ്സിലും അവന്റെ കൃപയിലും അവൻ നൽകുന്ന സൗന്ദര്യത്തിലും നിലനിൽക്കണമെന്നാണ് ദൈവജനം ആഗ്രഹിക്കുന്നതെന്ന് പെട്ടെന്ന് എൻ്റെ വായിന്ന് അറിയാതെയോ വന്ന്. തീർച്ചയായിട്ടും നല്ലൊരു ആശയമാണ്. അപ്പൊ അത് പക്ഷെ അത് കേട്ട ആൾക്ക് അപ്പൊ തന്നെ പിന്നെ ഒന്നും എന്നോട് ചോദിച്ചില്ല. ഗുഡ് ഐഡിയ, നല്ലൊരു ആശയമാണ്. Pastor, can I ask a question? Yes, of course. Okay, it was asked to me also some time back by a few of my known people. If it is not mentioned in the New Testament about wearing of ornaments, and how can you say that it's God's desire that you shouldn't be wearing ornaments? And this was also stated that in the Old Testament they say, it is mentioned that we are not, God asked the Israelites not to wear ornaments because they made calf out of the ornaments they had. So it is to, because they sinned against God, and because of that, God asked them to remove the ornaments and not to use it again. So if we are not sinning against God, then why is it not okay for us to wear ornaments? Okay. ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു നേരിട്ട് കൽപ്പന ഇല്ലല്ലോ, പിന്നെന്താ കുഴപ്പം? പഴയ നിയമത്തിൽ ആ ഒരു പ്രത്യേക സന്ദർഭത്തിലായിരുന്നല്ലോ ഇസ്രായേൽ മക്കൾ പുറപ്പാട് പുസ്തകം 32-33 അധ്യായങ്ങളിലെ പശ്ചാത്തലത്തിലാണല്ലോ അങ്ങനെയൊക്കെ വന്നത് എന്ന ചോദ്യമുണ്ട്. അതുകൂടാതെ മറ്റു ചിലരെടുക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളാരും ചോദിച്ചില്ലെങ്കിൽ കൂടെ നമ്മുടെയൊക്കെ കല്യാണത്തിന് എപ്പോഴും വായിക്കുന്ന സങ്കീർത്തനമാണ് 45. അതിൽ പറയുന്നു, രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ദ ബെസ്റ്റ്, അല്ലെ, കിട്ടാവുന്ന ഏറ്റവും എന്താണ് പറയുന്നത്, മുന്തിയ തങ്കം. അപ്പം സർവാഭരണ വിഭൂഷിതയായ ഒരു മണവാട്ടിയെയാണ് 45-ാം സങ്കീർത്തനത്തിൽ കല്യാണത്തിന് നമ്മൾ വായിക്കുമ്പോഴും പറയുന്നത്. എന്നിട്ട് ആഭരണം ധരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഉണ്ട്. അതെല്ലാം
അനാലജിക്കലി മെറ്റഫോറിക്കലി പറയുന്ന കാര്യങ്ങളാണ്, സാദൃശ്യവൽക്കരിച്ചു പറയുന്ന കാര്യങ്ങൾ. ഇസ്രായേൽ മക്കൾ ആഭരണം ധരിക്കരുതെന്ന് പറഞ്ഞത് വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി അത് ഉപയോഗിച്ചു എന്നതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ ആഭരണം ധരിക്കുന്നത് അവർ ആഭരണത്തെ ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അത് വിഗ്രഹമായിട്ട് മാറുന്നു, അത് വിഗ്രഹമായിട്ട് തീരുന്നു. മുമ്പേ സോണി ബ്രദർ പറഞ്ഞ ആശയം നല്ല ആശയമാണ്. ദൈവമക്കൾ ഇപ്പം പത്രോസും 1 പത്രോസ് 3-ാം അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ അക്കാര്യം പറയുന്നു. അതുകൊണ്ടാണ് കല്യാണത്തിനൊക്കെ നമ്മൾ ആ ഭാഗം വായിച്ച് ഭാര്യമാരെ കേൾപ്പിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ അലങ്കരിക്കേണ്ടത്, ആണായാലും പെണ്ണായാലും അലങ്കരിക്കേണ്ടത് ബാഹ്യമായ അലങ്കാരങ്ങൾ കൊണ്ടാകരുത്. അതുകൊണ്ടാണ് ആഭരണവർജനം, അതുപോലെ തന്നെ ഈ പറഞ്ഞ വസ്ത്രധാരണത്തിൻ്റെ, മുടിയുടെ. പക്ഷെ ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നു. കല്യാണത്തിനൊക്കെ തന്നെ ആയാലും ശരി, എത്രായിരം രൂപ അതിനുവേണ്ടി ചിലവഴിക്കുന്നു. പുരിയം, നഖം ഒക്കെ ഓരോന്നോരോന്ന് ചെയ്യാനായിട്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാ? സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ട്. കാണുന്നയാൾക്ക് ഇതൊന്നും സൗന്ദര്യമായിട്ട് തോന്നണമെന്നില്ല, ഒരു സ്വയ തോന്നൽ, അത്രേ ഉള്ളൂ. അതാണ് പാപം. പുതിയ നിയമത്തിലേക്ക് വരുമ്പം മുടിയൻ പുത്രന്റെ കാര്യവും പറയുന്നുണ്ടല്ലോ, മോതിരം അണിയിച്ച കാര്യം. അതെല്ലാം ആ പശ്ചാത്തലത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ആ മോതിരത്തിന്റെ ഒക്കെ അർത്ഥം അതാണ് മെറ്റഫോറിക്കൽ യൂസേജസ് എന്ന് ഞാൻ പറഞ്ഞത്. ചെരുപ്പിടിപ്പിച്ച കാര്യമുണ്ട്, വസ്ത്രം ധരിപ്പിച്ച കാര്യമുണ്ട്, കെട്ടിപ്പിടിച്ച കാര്യമുണ്ട്. അതിൻ്റെ എല്ലാം ആത്മീയ അർത്ഥങ്ങളുണ്ട് അവിടെ. അപ്പം ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പം നമുക്ക് ഊന്നൽ കൊടുക്കേണ്ടത്, പ്രാഥമികത നൽകേണ്ടത് ശാരീരിക സൗന്ദര്യത്തിന് വേണ്ടിയല്ല, ഭൂമിയിലെ അംഗീകാരങ്ങൾക്ക് വേണ്ടിയല്ല, പകരം ആന്തരികമായ സൗന്ദര്യം, ഒരുക്കം, അലങ്കാരം എന്നിവകൾക്ക് വേണ്ടിയായിരിക്കണം. ദൈവസന്നിധിയിൽ വിലയേറിയത് എന്തോ അതിനു വേണ്ടിയായിരിക്കണം, ഭൂമിയിലെ വിലയേറിയതിന് വേണ്ടിയാകരുത്. അങ്ങനെയുള്ള ഉപദേശങ്ങളിലേക്കാണ് ഇത് വരുന്നത്. ഇത് സാധു കൊച്ചുകുഞ്ഞുപദേശി നമുക്കറിയാം. ഞാൻ വായിച്ച ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഇളയ മകൾക്ക് ഒരാഗ്രഹം, ഒരു മാല ഇടണമെന്ന്. അദ്ദേഹം മാർത്തോമാക്കാരനായിരുന്നു, ആഭരണം ധരിക്കത്തില്ലായിരുന്നു. മകൾക്കൊരാഗ്രഹം, അമ്മയോട് എന്ന് പറഞ്ഞു. അപ്പച്ചനോട് പറയാൻ ധൈര്യമില്ല. അമ്മ പേടിച്ചു ഒരു ദിവസം അപ്പച്ചനോട് പറഞ്ഞു, ദേ നമ്മുടെ മോക്ക് ഇതുപോലൊരു ആഗ്രഹമുണ്ട്. അയ്യോ അതിനെന്താ, അപ്പച്ചൻ പൊട്ടിത്തെറിക്കുമെന്നാ വിചാരിച്ചേ. പക്ഷേ കൊച്ചുകുഞ്ഞുപദേശി പൊട്ടിത്തെറിച്ചൊന്നുമില്ല. മോളെ വിളിക്കാൻ പറഞ്ഞു. പേടിച്ചാ വന്നത്. മോളെ, അമ്മച്ചി പറഞ്ഞു നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. അതിനെന്താ, കുഴപ്പമില്ല. എന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എടീ നമ്മുടെ മോക്ക് ഒരു മാല തയ്യാറാക്കി കൊടുത്തേരാം. കൊച്ചിന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, മോളെ എല്ലാ ദിവസവും നമ്മുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നീ ഇട്ടോണം. വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇട്ടോണം. രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഊരി അമ്മച്ചിടയെ കൊടുത്തേക്കണം. എല്ലാ ദിവസവും മോൾ ഇട്ടോണം. എപ്പോഴാ ഇടുന്നേ? രാത്രിയിൽ ഉറങ്ങാൻ നേരം. കൊച്ചു ചോദിച്ചു, പിന്നെന്തിനാ ഞാൻ ഇടുന്നേ? നിനക്ക് മാല ഇട്ടാ പോരെ? എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇട്ടുകൊണ്ട് പോകണം. അയ്യോ മോളെ, അതാണെങ്കിൽ പാപ, മോൾ ഇടണ്ടെന്ന് പറഞ്ഞു. പെന്തക്കോസ്തിലെ ഉപദേശിയല്ല, മാർത്തോമാക്കാരനായിരുന്ന സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അപ്പൊ എന്തിനു ആഭരണം ഇടുന്നേ?
മറ്റുള്ളവരെ കാണിക്കാനാ. അവിടെയാണ് ഇതിന്റെ പാപം. വസ്ത്രം ധരിക്കുന്നതും ആ ലക്ഷ്യത്തിന് വേണ്ടിയാണോ? അത് പാപം. ഷൂസ് ഇടുന്നതായാലും വണ്ടി മേടിക്കുന്നതായാലും വീട് വയ്ക്കുന്നതായാലും എല്ലാം നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണോ? ചെയ്തോളൂ. അല്ലാത്തതൊന്നും വേണ്ട എന്നാണ്. ആ ഒരു ഉപദേശമാണ് പുതിയ നിയമത്തിൽ ഉള്ളത്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ പോലെ ഡൂസ് ആൻഡ് ഡോൺസ് നമുക്ക് അങ്ങനെ തരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ദൈവത്തോടടുത്തു വരാൻ, മക്കൾ എന്ന നിലയിൽ കർത്താവിൻ്റെ മാറോട് ചാരിയിരിപ്പാൻ യോഹന്നാനെ പോലെ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുഹൃദയത്തെ, കർത്താവിൻ്റെ വാഞ്ഛകളെ മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന് പ്രസാദകരമായത് മാത്രം ചെയ്യാൻ ഓരോ ഭക്തനും പ്രതിജ്ഞാബദ്ധനാകും. അവൻ പിന്നെ ഇതിലെന്താ കൽപ്പന എന്നല്ല നോക്കുന്നത്, മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിന് എന്താണ് ഇഷ്ടമെന്നാണ് നോക്കുന്നത്. അതുകൊണ്ടാ പുതിയ നിയമത്തിൽ നേരിട്ട് കൽപ്പന ഇല്ലെങ്കിലും നമ്മൾ ഈ വിവിധ വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ പെന്തക്കോസ്തുകാർ ആഭരണ വിഷയത്തിൽ മാത്രം ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുകയും ബാക്കിയുള്ളതിലൊക്കെ ഇതിനേക്കാൾ വലിയ ആഡംബരങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ ആ ഉപദേശത്തിന് പ്രസക്തി ഇല്ലാതെ വരുന്നു. ആൾക്കാർ അത് നമ്മോട് ചോദിക്കുന്നു. അതുകൊണ്ട് ആ മറ്റു കാര്യങ്ങളിലും കൂടെ നമ്മൾ ഈ ലാളിത്യം പ്രായോഗികമാക്കണം. അതില്ലാതെ നമ്മൾ ഇത് മാത്രം പറയുന്നതാണ് ആൾക്കാര് നമ്മളെ ചോദിക്കാനും ഉത്തരം മുട്ടിക്കാനും കാരണമാകുന്നത്. എല്ലാ വിഷയങ്ങളിലും ഈ ലാളിത്യം നാം ഒന്ന് പാലിച്ചേ. ഈ പറഞ്ഞ ഭക്ഷണം, ബൈബിൾ, വസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഉൾപ്പെടെ. അപ്പോൾ കാര്യം എളുപ്പമാവും. ഓക്കെ. പാസ്റ്റർ, കഴിഞ്ഞ കാലങ്ങളിൽ എന്ന് പറയാൻ ഒരു 40-50 വർഷം മുമ്പേ ആഭരണങ്ങളൊക്കെ വർജിച്ചെങ്കിലും പുരുഷന്മാർ ക്രമൻസ് ബട്ടൺസും റോൾഡ് ഗോൾഡ് കണ്ണാടി ഫ്രെയും ഒക്കെ വെക്കുന്നുണ്ടല്ലോ. അതിനൊന്നും ആരും എതിർത്തിരുന്നില്ല. മറ്റേ കയ്യെല്ലാം റിങ് ഇടുന്നതോ വളയിടുന്നതോ ഒക്കെ ആയിരുന്നല്ലോ വിഷയം. ഈ ഗോൾഡൻ പിന്നെ അതുപോലെ തന്നെ ഈ ഇസ്രായേൽ ജനം ഇപ്പൊ ആഭരണം ഉപയോഗിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചാ. കാണുമായിരിക്കുമല്ലോ. അല്ല, ചോദിക്കുക. കാണുമായിരിക്കും. അവരുടെ സമൂഹത്തിലോ സഭയിലോ ഒന്നും അതിനുള്ള ഇല്ല, അങ്ങനെ ഒരു ഉപദേശമൊന്നും അവർക്ക് ഇല്ല, ആ വിഷയത്തിലില്ല. ഓക്കെ. ഈ ഗോൾഡൻ കളറിലുള്ള കണ്ണാടിയും ഗോൾഡൻ ചെയിനുള്ള വാച്ചും ഒക്കെ കിട്ടുന്നത് പണ്ടും ചോദ്യങ്ങളായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത്, ഞാനിപ്പോൾ രക്ഷിക്കപ്പെട്ട 10-40 വർഷമായി. അപ്പം ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഈ വിഷയങ്ങൾ ചോദ്യങ്ങളായിട്ടുണ്ടായിരുന്നു. ആ ആഭരണം ഇടാത്ത എന്തിനാ ഗോൾഡൻ കളറിലുള്ള വാച്ച് കിട്ടുന്നത്? അതിനും പൂശാണോ ഒറിജിനൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗോൾഡൻ കളറിലുള്ള കണ്ണാടി എന്തിനാ വെക്കുന്നത് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം സകലത്തിലും നാം വർജനം ആചരിക്കുക, ലാളിത്യം ആചരിക്കുക എന്ന ഒരു ഉപദേശം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമാകുന്നതാണ് അൺബാലൻസ്ഡ് ആയിട്ടുള്ള സംഗതിയാകുന്നത്. അത് നമ്മൾ വീട് വെക്കുന്നതിലും വണ്ടി വാങ്ങുന്നതിലും ഒക്കെ എല്ലാറ്റിലും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു കാര്യം മാത്രമേ ആകാവൂ. ആ നിലകളിൽ ഇതിനെ കണ്ട് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്താൽ അവർ സ്വർഗരാജ്യത്തിൽ വലിയവർ, ശ്രേഷ്ഠന്മാർ എന്ന് വിളിക്കപ്പെടും. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ദൈവവചനത്തിൽ നേരിട്ട് കൽപ്പനയില്ലാത്തതുപോലും നാം ദൈവഭക്തിയുടെയും ദൈവിക ബന്ധത്തിൻ്റെയും ആഴങ്ങളിൽ
വിലപ്പെട്ടതായി കണ്ട് ജീവിതത്തിൽ പാലിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുക. കർത്താവ് നമുക്ക് ഏവർക്കും കൃപ ചെയ്യട്ടെ എന്നാഗ്രഹിക്കുന്നു. ഈ വിലയേറിയ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലും ആത്മാവിലുമുള്ള കന്മഷങ്ങളെ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കാം, മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.